ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ നെയ്മറിൻ്റെ പ്ലെയർ ഓഫ് ദ വീക്കിൽ ഒരു കാർഡ് വന്നിട്ടുണ്ട്. നമുക്കറിയാം സാന്റോസിന് വേണ്ടി ആളുടെ കളി കിടിലം കളിയായിരുന്നു. ആൾക്ക് ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ടാണ് ആൾ ആ കളി കളിച്ചത്. അപ്പോൾ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആളുടെ അട്രിബ്യൂട്ട്സ് ആണെങ്കിലും ഒരു എപ്പിക് ലെവലിൽ തന്നെ ഉണ്ട്. ഡ്രിബിളിംഗ് ആണെങ്കിലും പാസിംഗ് ആണെങ്കിലും എല്ലാം ടോപ്പ് തന്നെയാണ്. ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ അല്ലാതെ ഒരു ഹോൾ പ്ലെയർ പോലെയൊക്കെ തന്നെ ആൾ റൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടോപ്പായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. കളിപ്പിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് കാർഡ്. നമുക്കറിയാം മെയിൻ ക്വാളിറ്റി ഡ്രിബിളിംഗ് ആണ്. എത്ര പേരെ വേണമെങ്കിലും കട്ട് ചെയ്ത് അകത്തേക്ക് കയറി ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ട്. അത് പെട്ടെന്ന് പിടിച്ചിട്ട് അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് തെന്നി പോണ പോലെയാണ്. അപ്പം അത്രയും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും, കലക്കനായിട്ട് കളിക്കാൻ പറ്റും. നല്ലൊരു കിടിലൻ കാർഡ് തന്നെയാണ്. ആൾക്ക് നല്ല കിക്കിംഗ് ബാറും ഉണ്ട്, അതുപോലെ തന്നെ അടിച്ച് കയറ്റാനും പറ്റും. ആളുടെ മെയിൻ എബിലിറ്റിയാണ് ട്രിബിളിംഗ് ക്വാളിറ്റി. അതല്ലാതെ ആൾക്ക് പാസിംഗ് എബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിച്ചുള്ള ഗോളുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആളുടെ എന്താ ക്വാളിറ്റി എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. Truly wonderful strike, decorated with charge. A moment that needed composure, and he had plenty of it. Well, he's a defender's nightmare. You try to send him one way, and he just slips the other. ആളുടെ ആ കേളുണ്ട്, ആൾക്ക് ഓൾറെഡി കേളുള്ളതാണ്. സർവ് ചെയ്തിടാനൊക്കെ പറ്റും അടിപൊളിയായിട്ട് ബോക്സിന്റെ പുറത്തുനിന്ന്. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു നല്ല കാർഡ് തന്നെയാണ്. എല്ലാവരും എപ്പിക്കിന്റെ പുറകെ പോണേക്കാൾ നെയ്മറിന്റെ പുറകെ പോണേക്കും നല്ലത്. കാരണം നമുക്ക് ഇനി അധികം ആളുടെ കാർഡൊന്നും കിട്ടൂല പ്ലെയർ ഓഫ് ദ വീക്കിൽ. നമുക്കറിയാം എപ്പോഴും ഇഞ്ചറിയും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ കളിയിൽ ആ ഒരു ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു ആളുടെ. ആ ഒരു വെർത്തായിട്ടുള്ളൊരു കാർഡ് ഉണ്ട്. ആളുടെ കേളാണെങ്കിലും എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. എന്താ പറയുക, എല്ലാം കൂടി അടങ്ങിയ ഒരു കിടിലൻ കാർഡ് തന്നെയാണ് ഇപ്പോൾ കൊണാമി കൊണ്ടുവന്നേക്കണ പ്ലെയർ ഓഫ് ദ വീക്കിൽ. കർവ് എല്ലാം അടിപൊളി തന്നെയാണ്. ആളുടെ ഫിനിഷിംഗ് ആണെങ്കിലും ക്വാളിറ്റി എല്ലാം കൊണ്ടും നല്ലൊരു കാർഡ് തന്നെയാണ് ഇപ്പോൾ വന്നേക്കണത്. Manchester United have had plenty of possession. Neymar! Oh, super goal! That is a gem! An absolute gem! What a super goal! And that's just clever. He made the keeper think he was going one way, only to outfox him by going the other. Very nice. ആളെ ഈ റൈറ്റ് സൈഡിലിട്ടാലും ലെഫ്റ്റ് സൈഡിലിട്ടാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു ഹോൾ പ്ലെയർ പോലെ ഫ്രണ്ടിലോട്ട് നല്ല രീതിക്ക് പുഷ് ചെയ്ത് ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് തന്നെ പാസ് ചെയ്ത് ഗോൾ അടിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആൾക്ക് റിയൽ ലൈഫിലെ പോലെ തന്നെയാണ് ആളുടെ 2-3 പാസും ക്വാളിറ്റീസ് ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു എംബ്യൂമക്ക് കൊടുത്ത ഈ ഒരു ബോൾ നോക്കിയാൽ കാണാം, അത്രയും എന്താ പറയുക, ഒരു ഫിനോമിനൽ പാസ് ആണെങ്കിൽ വേണമെന്നെങ്കിൽ പറയാം. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാസ്സായിരുന്നു. അപ്പം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു നല്ലൊരു കാർഡ് തന്നെയാണ്. ഈ വന്ന ഗോള് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അടുത്ത ഗോള് പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റി കാണാം. അവിടെ ഒരു പ്ലെയർ മാർക്ക് ചെയ്തിട്ട് പുള്ളിനെ പിടിക്കാനേ പറ്റുന്നില്ല. പുള്ളി സിമ്പിളായിട്ടാണ് കത്ത് കയറി ആ ഗോൾ അടിക്കുന്നത്. പിന്നെ ആളുടെ പാസിംഗ് റേഞ്ചാണ്. ഇനി വന്ന എല്ലാ ഗോളുകളും നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം പുള്ളിയുടെ ഒരു പാസിംഗ് റേഞ്ചാണ് കാണിക്കുന്നത്. ത്രൂ പാസൊക്കെ വെറുതെ കറക്റ്റായിട്ട് ഉള്ളിൽ കൂടി വെച്ചു കൊടുക്കും. അത്രയും ഒരു കിടിലും ക്വാളിറ്റി ഉണ്ട് ആൾക്ക് പാസിങ്ങിൻ്റെ. He's into double figures now. After 60 minutes is... And he stuck it away as if laser guided. Well, for me, you can't fault the keeper. The effort went in at the widest possible point off the upright. Nothing he could do.
Manchester United take the lead. And that really is so impressive. Yeah, having the trust to get there is one thing, having the composure to score is another. 38 minutes is number 22, Neymar. Neymar. Breakthrough strike. ഇവിടെ ഈ ജൂലിയൻ അൽവാരസിന്റെ ഗോളിൽ പുള്ളി ആ ഒരു റണ്ണ് കാണാം. പുള്ളിനെ ബോക്സിലേക്ക് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചാലൊന്നും കിട്ടൂല. അവിടെ നിന്ന് ക്രോസ് ഇട്ട് കൊടുക്കാനും ഷോർട്ട് പാസ് കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റും. ലെഫ്റ്റ് വിങ്ങിലും കളിക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് AMF ആയിട്ട് കളിച്ചാലും ആളുടെ ക്രിയേറ്റിവിറ്റി അടിപൊളിയാണ്. ആൾ അത്യാവശ്യം ബോക്സിലേക്ക് പെട്ടെന്ന് തന്നെ പുഷ് ചെയ്ത് ഓടിക്കയറും, പെട്ടെന്ന് പിടിക്കാനൊന്നും പറ്റൂല. പിന്നെ ആളുടെ ലോങ് ബോൾ ഇടാനാണെങ്കിലും കറക്റ്റ് എന്താ പറയുക, തലയിൽ വെച്ച് കൊടുക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആളുടെ ലോങ് ബോളും കാര്യങ്ങളൊക്കെ വന്നത്. ഇത്രയും കിടിലനായിട്ട് പ്ലെയർക്ക് വെച്ച് കൊടുക്കുക, ആളുടെ കാലിൽ തന്നെ ആ പന്ത് വെച്ച് കൊടുക്കും. അത്രയും കിടിലൻ ക്രിയേറ്റിവിറ്റിയാണ് നിലവിൽ ഈ കാർഡിൽ നിന്ന് കളിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടണത്. ടോപ്പാണെന്ന് പറയാം. അത് ആ പാസ് കണ്ടാലറിയാം, കറക്റ്റാണ്. ആളോട് ജസ്റ്റ് ഷോട്ട് എടുത്താൽ മാത്രം മതി. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആൾ ആ ഒരു പന്ത് നിലവിൽ വെച്ച് കൊടുക്കുന്നത്. ഹെഡിങ് എബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രൈക്കർ ജസ്റ്റ് ബോക്സിലേക്ക് ഓടുമ്പോൾ വെച്ച് കൊടുത്താൽ മതി. ആൾ കൃത്യമായിട്ട് തലയിൽ വെച്ച് കൊടുത്തോളൂ. അത്രയും പെർഫെക്റ്റ് ആണ് ആളുടെ പാസിംഗ് എല്ലാം. പിൻ ബോൺ ക്രോസിങ് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ആളുടെ ക്രോസിംഗ് ആണെങ്കിൽ എല്ലാം പക്ക തന്നെയാണ്. Header. He met that with aplomb. Oh, it's a fantastic assist as well, Peter. Delivered at pace, the diversion, that's all that was needed. Number 9, ആളുടെ ക്രോസിംഗ് എബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ ടോപ്പായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. അല്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സ്പിൻ ചെയ്ത് നോക്കുക. കിടിലൻ കാർഡാണ്.